ഏഴാം സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് നമ്പർ 3 റെസിസ്റ്റൻസ് ആൻഡ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ അത് ജനജീവിതം എങ്ങനെ ദുരിതപൂർണമാക്കി എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ എന്നിങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അടുത്തതായി 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. The British economic policies made a life of Indians miserable, and the rebellions organized by farmers, craftsmen, tribals, kings and chieftains against the British. The significance of the First War of India Independence in 1857 and the circumstances that led the British government to take over the administration of India from the English East India Company. അപ്പോൾ പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. The kings and chieftains who lost their power were another group that led rebellions. Some of them are. അടുത്തതായി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമായിരുന്നു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരുടെ പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക നോക്കിയേ. രാജാ ജയ്സിംഗ് ഓഫ് ഔധ്, അതായത് ഔധിലെ രാജാ ജയ്സിംഗ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. മരുതുപാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. പഴശ്ശിരാജ ഓഫ് മലബാർ, മലബാറിലെ പഴശ്ശിരാജ. കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ. വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ. പാലിയത്തച്ചൻ ഓഫ് കൊച്ചി, കൊച്ചിയിലെ പാലിയത്തച്ചൻ മുതലായ നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. അപ്പം ഈ പേരുകളെല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഔധിലെ രാജാ ജയ്സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ചൻ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ദി റിബല്യൻസ് ഇൻ കേരള, കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപത്തിൻ്റെ ദൃശ്യാവിഷ്കാരം, അതായത് പഴശ്ശിരാജ എന്ന മലയാള ചിത്രത്തിലെ ചില രംഗങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ പാഠപുസ്തകം കൂടെ നോക്കിയേ. ദി റിബല്യൻസ് ഇൻ കേരള. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദി മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. ദി ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. This was the immediate cause for Pazhashiraja's revolt. He led a guerrilla war against the British in the forest of Wayanad. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയെ തടഞ്ഞതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശിരാജയെ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒളിപ്പോര് യുദ്ധങ്ങളാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ ആൻഡ് അത്തൻ ഗുരുക്കൾ വേർ ദി പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഹൂ ഫോഡ് വിത്ത് പഴശ്ശിരാജാസ് ഇൻ ദി റിവോൾട്ട്. ദി റിവോൾട്ട് എൻഡഡ് വിത്ത് ദി ഡെത്ത് ഓഫ് പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കണ്ട സീനെന്ന് പറഞ്ഞാൽ എന്താണ്, പഴശ്ശിരാജയുടെ അനുയായിയെ തൂക്കിക്കൊല്ലുന്ന സീനാണ് കണ്ടതല്ലേ. ഇപ്പോൾ തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ അവസാനം പഴശ്ശിരാജയുടെ മരണത്തോടു കൂടി ഈ യുദ്ധം അവസാനിക്കുകയും ചെയ്തു.
അപ്പോൾ കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നാണ് പഴശ്ശി കലാപം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ദി ഫൈനൽ ജേർണി ഓഫ് പഴശ്ശിരാജ. ആ പേജ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. അതായത് നമ്മുടെ ധീരനായ പഴശ്ശിരാജയെക്കുറിച്ച് TH ബേബർ, അതായത് അന്നത്തെ സബ് കളക്ടറായ, മലബാറിലെ സബ് കളക്ടറായ TH ബേബർ എന്ന ബ്രിട്ടീഷുകാരൻ്റെ കുറിപ്പാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ദി രാജാസ് ബോഡി വാസ് ടേക്കൺ ആൻഡ് പുട്ട് ഇൻ മൈ പല്ലക്കിൻ വൈൽ ദി ലേഡി ഹു വാസ് dreadfully reduced from sickness was put into Captain Carl Forms. The following day the Raja's body was dispatched under a strong escort to Manandodi, and the Shirastar sent with orders to assemble all the Brahmins and to see that the customary honors were performed at his funeral. I was induced to this conduct from the considerations that although a rebel, he was one of the natural chieftains of the country, and might be considered on that account rather as a fallen enemy. TH Babar, Sub-Collector, Malabar, 1805 December 31, Kannur. അപ്പോൾ 1805 ഡിസംബർ 31 കണ്ണൂരിൽ TH ബേബർ എന്ന സബ് കളക്ടർ, മലബാറിലെ സബ് കളക്ടറായ ബ്രിട്ടീഷുകാരൻ്റെ കുറിപ്പാണ്. അതായത് പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച എൻ്റെ പല്ലക്കിലേക്ക് മാറ്റുകയും രാജപത്നിയെ, അതായത് പഴശ്ശിരാജയുടെ പത്നിയെ മറ്റൊന്നിൽ കയറ്റുകയും അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയക്കുകയും ചെയ്തു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന നിർദ്ദേശവും നൽകി. ഇങ്ങനെ ഒരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ വാക്കുകളിൽ നിന്ന്, അതായത് അന്നത്തെ സബ് കളക്ടർ, അതായത് പഴശ്ശിരാജയെ വധിക്കാൻ നേതൃത്വം നൽകിയ സബ് കളക്ടറുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലായത്? അതായത് ധീരനായ ഒരു പോരാളിയായിരുന്നു പഴശ്ശി രാജ. അപ്പോൾ ആ പഴശ്ശിരാജ എന്ന ധീരനായ പോരാളിക്ക് മരണാനന്തരമായിട്ട് നൽകിയ ബഹുമതിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ഈ പഴശ്ശിരാജ എന്ന സിനിമയിൽ തന്നെ ആ ഒരു സീൻ നമുക്ക് അവസാനം കാണാൻ കഴിയും. ഇപ്പം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തുകയുണ്ടായി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്ത ഈ വിളംബരമാണ് പിന്നീട് പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പം ബ്രിട്ടീഷുകാരുടെ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആര് പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പം അടുത്ത ധീരരായ 2-3 വ്യക്തികളുടെ പേരുകൾ കൂടിയാണ് നമ്മൾ പറയുന്നത്. അതായത് ദി ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇൻ ട്രാവൻകൂർ വെയർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. ദി കോൺസ്റ്റാൻറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദി കമ്പനി in the home affairs of Travancore hindered the smooth administration of Dalawa. This was the main reason for him to turn against the British. Paliyatachan, the minister of Kochi, extended his assistance to Dalawa. In the famous Kundara proclamation in 1809, Dalawa called upon the people to fight against the British. However, he was defeated by the British. അപ്പോൾ നോക്കി, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ധീരനായ പഴശ്ശിരാജയായിരുന്നു, അല്ലേ? അപ്പോൾ ധീരനായ പഴശ്ശിരാജയുടെ ആ ജീവത്യാഗത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ആ വീരമൃത്യുവിന് ശേഷം നമുക്ക് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയായിരുന്നു വേലുത്തമ്പി ദളവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ശക്തമായ പിന്തുണ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ശക്തമായ പിന്തുണ കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. 1809
കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം. പ്രസിദ്ധമായ ഈ കുണ്ടറ വിളംബരത്തിൽ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അതായത് തൻ്റെ പ്രജകളോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ചരിത്ര സ്മാരകമായിട്ട് കുണ്ടറയിൽ ഇപ്പോഴും എന്തുണ്ട്? വേലുത്തമ്പി ദളവയുടെ സ്മാരകം ഇപ്പോഴും കുണ്ടറയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഇതാണ് വേലുത്തമ്പി ദളവയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാരുടെ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള കുറേ പേർ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ട ഈ വായിച്ചറിഞ്ഞ ഈ കണ്ട ഭാഗമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ധീരമായ ചെറുത്തുനിൽപ്പുകളാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പം അവസാനമായിട്ട് നമ്മുടെ ദി ഫൈനൽ ജേർണി ഓഫ് പഴശ്ശിരാജ, അതായത് പഴശ്ശിരാജയുടെ അവസാന യാത്ര. നോക്കിക്കേ, ധീരനായ പഴശ്ശിരാജ, അതായത് തൻ്റെ ശത്രുക്കളുടെ ആദരവ് ഏറ്റുവാങ്ങിയ കേരള സിംഹം, ആ പഴശ്ശിരാജയുടെ അന്ത്യയാത്രയ്ക്ക് ബ്രിട്ടീഷുകാർ തന്നെ ധീരമായ യാത്രയയപ്പ് നൽകുന്ന കാഴ്ച. അടുത്തതായി നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു സമരത്തെക്കുറിച്ച് ആണ് ഇനി സൂചിപ്പിക്കുന്നത്. ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജസ്റ്റ് നോക്കിയേ. We have learned about the isolated resistance that occurred in different parts of the country. The army of East India Company suppressed them. By 1857, even people who were loyal to the company turned against them. The Indian soldiers in the British army, Shipais, and the kings who lost their hereditary rights as per the Doctrine of Lapse were the main leaders of the revolt. ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഈ ചെറുത്തുനിൽപ്പുകളെ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? ക്രൂരമായി അടിച്ചമർത്തി. 1857 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂറ് പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അവരെ ശിപായിമാർ എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായും അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാരും രാജ്ഞികളും അവരെല്ലാവരും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. നെക്സ്റ്റ് പേജ് നോക്കിയേ. ദി ലിവിങ് കണ്ടീഷൻസ് ഓഫ് ശിപായിസ് വെയർ മിസറബിൾ ആൻഡ് ദേ ഹാഡ് ടു ലീഡ് എ ഹാർഡ് ലൈഫ്. ദി ശിപായിസ് വെയർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദി ഫോളോയിങ് കണ്ടീഷൻസ്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ, അവരെ ബ്രിട്ടീഷുകാർ ശിപായിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ ജീവിതം വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. അവരുടെ കണ്ടീഷൻസ് നോക്കിയാൽ മീഗർ വേജസ്, പ്രോലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ഡെനിങ് ലീവ്, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, പുവർ ക്വാളിറ്റി ഫുഡ്. അപ്പോൾ ഈ പോയിൻറ്റ്സുകളെല്ലാം അടയാളപ്പെടുത്തുക. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മീഗർ വേജസ്, അവർക്ക് തുച്ഛമായ വേതനമായിരുന്നു നൽകിയിരുന്നത്. പ്രോലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ദീർഘനേരമുള്ള ജോലിയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഡെനിങ് ലീവ്, അവർക്ക് അവധി ഇല്ലായിരുന്നു. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, അവരുടെ മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം അടിമകളോടെന്ന പോലെയായിരുന്നു. അതുപോലെ പുവർ ക്വാളിറ്റി ഫുഡ്, അവർക്ക് വളരെ മോശമായ ഭക്ഷണമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ഈ പോയിൻറ്റ്സ് എല്ലാവരും നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാരണങ്ങളാൽ ഇന്ത്യൻ പട്ടാളക്കാർ തീർത്തും അസംതൃപ്തരായിരുന്നു. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദി കമ്പനി സപ്ലൈഡ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് റൈഫിൾ ടു ദി ശിപായിസ്. There was a rumor that the cartridges to be used in this gun were greased with the fat of cows and pigs. Another rumor was that the bread supplied to the shipais was made from wheat flour mixed with the bone powder. This provoked them to rebel. Mangal Pandey was the first Indian soldier to protest.
അപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ, അതായത് മീഗർ വേജസ്, പ്രൊലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ഡെന്നിങ് ലീവ്, സ്ലേവ് ലേക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഓഫീഷ്യൽസ്, പുവർ ക്വാളിറ്റി ഫുഡ്, ഈ കാരണങ്ങളാൽ ഇന്ത്യൻ പട്ടാളക്കാർ, ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ തീർത്തും അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം ഒരു എൻഫീൽഡ് തോക്കുകൾ ബ്രിട്ടീഷുകാർ വിതരണം ചെയ്തത്. ആ തോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട വെടിയുണ്ട അതിന് പ്രത്യേക സവിശേഷതകൾ ഉള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചു. കൂടാതെ ഈ ഇന്ത്യൻ പട്ടാളക്കാർ, അതായത് ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന ആ റൊട്ടി എല്ലുപൊടിയും ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്നുള്ള വാർത്തയും പരന്നു. ഇതോടുകൂടി സൈനികർ പ്രകോപിതരാവുകയും ഒരു സൈനിക കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ കലാപത്തിന് ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ ആളായിരുന്നു മംഗൾ പാണ്ഡെ എന്ന പട്ടാളക്കാർ. മംഗൾ പാണ്ഡെ എന്ന പട്ടാളക്കാരനായിരുന്നു സൈനിക ക്യാമ്പിൽ ആദ്യമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പം പ്രധാനമായിട്ടും ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ശിപായി ലഹള, അതായത് എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നതിൻ്റെ ഒരു കാരണം, ആ ശിപായി ലഹളയ്ക്ക് കാരണമായ അതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. അതായത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞ കുറഞ്ഞ കൂലി, അതുപോലെ തന്നെ കൂടുതൽ സമയമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളെപ്പോലെയുള്ള പെരുമാറ്റം, മോശമായ ഭക്ഷണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികരിൽ ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ആ സൈനിക ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെടിയുണ്ട, അതായത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വെടിയുണ്ട വിതരണം ചെയ്തത്. അപ്പം ഈ സൈനിക മേധാവികൾക്കെതിരെയുള്ള സംഘടിതമായ രീതിയിൽ കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. An organized revolt against the military officials started in Meerut. Then the soldiers reached Delhi and proclaimed the last Mughal ruler Bahadur Shah II as the Emperor of India. അപ്പോൾ സൈനിക മേധാവികൾക്ക് എതിരെയുള്ള സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഈ കലാപം മീററ്റിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ദി റിവോൾട്ട് സ്പ്രെഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ. The rulers of princely states who had lost their power also joined the rebellions. The revolt further spread to Kanpur, Lucknow, Allahabad, Jhansi. The revolt was led by Nana Sahib and Tandiya Topi in Kanpur, Rani Lakshmi Bai in Jhansi, Begum Hasrat Mahal in Lucknow, Maulavi Ahmadullah in Faizabad and Kanwar Singh in Aura. The company suppressed the revolt and Bahadur Shah II was expelled to Rangoon. ഇപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബ് താന്തയോ തോപ്പി, ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഔറയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം പ്രധാനമായും നയിച്ചത്. എന്നാൽ ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലെറ്റ് us examine the reason for the failure of the first war of independence. അതായത് എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം അതാണ്. അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രബലമായ ഒരു സമരം എങ്ങനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അതിനു മുമ്പ് ടേബിൾ നോക്കിയേ. ലഗ്ത നഹി ഹേ ജി മേര, ദി ഡേയ്സ് ഓഫ് ലൈഫ് പാസ്ഡ് വിത്ത് ദി അപ്രോച്ചിങ് ഡസ്ക് ആൻഡ് നൗ ഐ വിൽ stretch my legs to sleep. In the burial garden's comfort, how unfortunate is suffer, for 6 feet of land couldn't be found
for the burial in his soil, ബഹദൂർ ഷാ സഫർ. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ബഹദൂർ ഷാ സഫറിൻ്റെ ഒരു വാക്കാണ്, ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനിയും ഇരു കാലുകൾ നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങും, ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാനാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നാട് കടത്തി. ഇനി ഫസ്റ്റ് വാർ ഫെയിലറാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ, ദോ ദി റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ദെയർ വാസ് നോ കോർഡിനേഷൻ. അതായത് ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ദി കമ്പനി ഹാഡ് ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. അതായത് ബ്രിട്ടീഷുകാർക്ക് കലാപകാരികളെ അപേക്ഷിച്ച് നല്ല സൈനിക ശേഷിയും സംഘാടന മികവും ആയുധങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് ഫെയിൽഡ് ടു എൻഷ്യൂർ മാസ് സപ്പോർട്ട്. അതായത് ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ദി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ അഗെയിൻസ്റ്റ് ദി റിവോൾട്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ കലാപത്തിന് എതിരായിരുന്നു. ദി റൂളേഴ്സ് ഓഫ് അഫ്ലുവൻ പ്രിൻസിലി സ്റ്റേറ്റ് സപ്പോർട്ടഡ് ദി കമ്പനി. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കാണ് പിന്തുണ നൽകിയിരുന്നത്. അവരുടെ പിന്തുണയും കലാപകാരികൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്, എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. ഇനി ഇവിടെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഒബ്സർവ് ദി മാപ്പ് ബിലോ, ഐഡൻറ്റിഫൈ ദി മേജർ സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് മാപ്സാണ്, എല്ലാവരും ഇത് ചെയ്യേണ്ട മാപ്സാണ്. നമ്മുടെ ഭൂപടം ശ്രദ്ധിക്കുക. കലാപം നടന്ന പ്രധാന പ്രദേശങ്ങൾ മീററ്റ് ഉണ്ട്, ഡൽഹി ഉണ്ട്, ഔധ്, ഫൈസാബാദ് ഉണ്ട്, കാൻപൂർ, ഔറ മുതലായ പ്രധാന സ്ഥലങ്ങൾ രേഖപ്പെടുത്തുന്ന ഭൂപടമാണ്. ദി സെൻറ്റേഴ്സ് ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. അപ്പോൾ ഈ പേജിൽ നിന്ന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഫെയിലറായ കാരണങ്ങൾ. സെക്കൻഡ്, ദി സെൻറ്റേഴ്സ് ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. ലിസ്റ്റ് ഔട്ട് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ടു വിച്ച് ദീസ് പ്ലേസസ് ബിലോ. അതായത് കലാപം നടന്ന പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്തുക. ഈ സ്ഥലങ്ങൾ ഇന്ന് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് പട്ടികപ്പെടുത്തുക. ഈവൻ ദോ ദി റിവോൾട്ട് ഫെയിൽഡ്, ഇറ്റ് വാസ് ദി ഫസ്റ്റ് മാസ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദി കമ്പനി റൂൾ. സോ ദി റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ്. അതായത് ഈ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ സമരം പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നമ്മുടെ നാടിൻ്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ഒരു ബഹുജന സമരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ അവകാശപ്പെടുന്നു, കണക്കാക്കുന്നു. ദി ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് വാസ് ദി സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ upheld irrespective of religions. It was this solidarity that motivated the Shibais to proclaim Bahadur Shah as Shahan-Shah-e-Hindustan, the Emperor of India. This shows that the British efforts to breed communal hatred had not succeeded, at least up to the period of the First War of India Independence. അപ്പോൾ ഈ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മതത്തിന് അതീതമായിട്ട് ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. അതായത് ബഹദൂർ ഷായെ ഷാഹിൻഷായി ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ഈ കലാപകാരികളെ പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ ഐക്യമായിരുന്നു. ഈ ഐക്യത്തെ മതസ്പർദ്ധത വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ ഈ കാലം വരെ വിജയിച്ചില്ല എന്നും നമ്മുടെ ഒരു നേട്ടമാണ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നേട്ടമാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന പട്ടിക നോക്കിയേ. കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. ദി സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്, ദി ലീഡേഴ്സ്, കലാപം നടന്ന സ്ഥലങ്ങൾ, അതിന് നേതൃത്വം നൽകിയവർ. അപ്പോൾ ടേബിൾ എല്ലാവരും പൂർത്തിയാക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ദി റെയിൻ ഓഫ് ക്യൂൺ. അപ്പോൾ ദി റെയിൻ ഓഫ് ക്യൂൺ നോക്കിയേ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഇൻ 1857 brought to many administrative changes in India. The rule of the English East India Company came to an end with the Queen Proclamation in 1857. India came under the direct rule of the British Queen. അപ്പോൾ നോക്കി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ധാരാളം മാറ്റം വരുത്തണമെന്ന് തോന്നുകയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയും ചെയ്തു.
തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിണിത ഫലം. കണ്ടക്ട് എ സെമിനാർ ഇൻ ദി ക്ലാസ് ഓൺ ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സിലൊരു സെമിനാർ സംഘടിപ്പിക്കുക. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം കൂടിയാണ് ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കുകളുണ്ട്. ഒരു ഉചിതമായ AB കോളമുണ്ട്. അതായത് സാന്താൾസ്, തലക്കൽ ചന്തു, ബഹദൂർ ഷാ സെക്കൻഡ് കാൻപൂർ, പഴശ്ശിരാജ, സിദ്ധു ആൻഡ് കാൻഹു, നാനാ സാഹിബ് ഡൽഹി. ഈ ടേബിള്, അതോടൊപ്പം തന്നെ ഈ ടേബിളുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകളുണ്ട്. ഈ വർക്കുകളെല്ലാം നിങ്ങൾ ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു ഇത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി വരുന്ന അടുത്ത യൂണിറ്റുകൾ. അപ്പം എല്ലാ കൂട്ടുകാരും ഈ യൂണിറ്റ് നല്ല രീതിയിൽ ഈ ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കി ഇനിയും അനുബന്ധമായി തന്നിരിക്കുന്ന വർക്കുകൾ എല്ലാവരും ചെയ്യുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. Historians termed the revolt as India's first war of independence. The rebellion was started by the sepoys of Meerut. What led them to the riot? Poor salary and abuse by the British officers were the major reasons for their resentment. The rumor that the cartridge in the newly supplied Enfield rifles were greased with the fat of cows and pigs provoked them. It wounded the religious sentiments of the Hindu and Muslim soldiers. The soldiers who were unwilling to use the new cartridge were punished by the officers. In Barakpur in Bengal, Mangal Pandey, an Indian soldier, shot a British officer who forced him to use the new cartridge. He was arrested and hanged to death. People from all walks of life, including kings, farmers, craftsmen, took part in the rebellion. The British rule had adversely affected the king too. In addition to the doctrine of lapse, the princely states were convicted of inefficient rule and were annexed by the British. This made kings to lead the rebellion. Along with the kings and the sepoys, common people also took part in the revolt. They attacked the British and moneylenders and set fire to their account books, deeds, and documents of transactions. The salient feature of this rebellion was the active participation of the common people like farmers and craftsmen. Out of 1.5 lakhs of people who were killed in the riots at Awadh, a princely state, 1 lakh were the common people. The real strength of the rebellion was the Hindu-Muslim unity. A spirit of cooperation existed among soldiers, common people, and the leaders. The rioters captured Delhi and declared Bahadur Shah II as the Emperor of India. Rioters could not overcome the superior military power of the British, and the rebellion was completely suppressed. Though the revolt could not succeed completely, it was marked as the foremost massive resistance of the Indian against the British. It brought about several changes in the policies and administration of the British. The British Parliament took over India from the British East India Company. However, the economic exploitation of the British reached its extreme level in the post-1857 phase. In the second half of the 19th century, around 2 crores of people died spread over 24 great famines.